നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന നാളത്തെ കഥയില് അലോകിനിട്ട് നല്ല ഇടിവെട്ട് പണി തന്നെ അനുശ്രീ കൊടുക്കുന്നുണ്ട്. അപ്പൊ അനുവിന്റെ മനസ്സിൽ വൈരാഗ്യമായിരുന്നു. ബാലന്റെ മുന്നിൽ വെച്ച് തന്നെ കൊച്ചാക്കി സംസാരിച്ചു. അടിക്കാനൊക്കെ കൈയോങ്ങി. അത് ബാലിനെ കാണിക്കാൻ വേണ്ടിയിട്ടാ. തന്റെ അച്ഛന്റെ മനസ്സ് വേദനിപ്പിച്ച അലോകിനോട് പൊറുക്കാനായിട്ട് അനുശ്രീക്ക് ഒരു കാരണവശാലും സാധിക്കില്ല. അവനിട്ട് ഒരു പണി കൊടുക്കണമെന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് അവൻ വീണ്ടും അഹങ്കാരം കാണിച്ചോണ്ട് അനുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നേ. അനുവിന്റെ അടുത്ത് ഇഡ്ഡലിയൊക്കെ എടുത്തോണ്ട് കൊടുക്കാൻ പറഞ്ഞു. അവിടെ ഇരുന്ന് ഇഡ്ഡലി പോരാ, അവനിപ്പോ വേറെ അകത്തുനിന്ന് വേറെ ഇഡ്ഡലി എടുത്തോണ്ട് കൊടുക്കണം. അവനു അടുക്കളയിലേക്ക് പോയിട്ട് ആലോചിച്ചു, അവനിട്ട് എന്താ ഒരു പണി കൊടുക്കണ്ടേ? ചെറിയ പണി കൊടുത്തിട്ട് കാര്യമില്ല, വലിയ പണി തന്നെ കൊടുക്കണം. പിന്നെ അനു ഇഡ്ഡലിയൊക്കെ എടുത്തോണ്ട് അങ്ങോട്ട് വന്നു. ഇഡ്ഡലി കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും അലോക് പറഞ്ഞ്, എന്താടി നോക്കിയിരിക്കുന്നേ? ഇനിയിപ്പം ഇത് ഞാൻ വിളമ്പുവോ? മര്യാദയ്ക്ക് ഇങ്ങോട്ട് വിളമ്പി തരാൻ പറഞ്ഞു. അനുശ്രീ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. നല്ല ചൂട് സാമ്പാറും കൂടെയാണ് അവിടെ ഇരിക്കുന്നത്. ഇഡ്ഡലി എടുത്ത് പാത്രത്തിലേക്ക് വെച്ചു. പിന്നീട് സാമ്പാർ കയ്യിലേക്ക് എടുത്തു. അപ്പോഴേക്കും അലോക് രൂക്ഷമായിട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഇനി അത് തരണമെങ്കിലും ഞാൻ ഇവിടെ കിടന്ന് അലറണോ? മര്യാദയ്ക്ക് ഇങ്ങോട്ട് ഒഴിച്ചു താടിയെന്ന് പറഞ്ഞു. ഒട്ടും പഠിച്ചില്ലായിരുന്നു. ആ സാമ്പാർ എടുത്ത് അവന്റെ തലവഴി അങ്ങോട്ട് കമത്തി, നീ അങ്ങോട്ട് തിന്നടാന്നും പറഞ്ഞോണ്ട്, അയ്യോ അമ്മയെന്നും പറഞ്ഞോണ്ട് അവൻ അവിടെ കിടന്ന് അലറി വിളിക്കുവാണ്. അപ്പോഴേക്കും ബാക്കി എല്ലാവരും കൂടി ഓടി വന്നു. ഓടി നോക്കുമ്പോൾ സാമ്പാറിൽ കുളിച്ച് നിൽക്കുന്ന അലോകിനെ കണ്ടേ. പെട്ടെന്ന് നന്ദിത ഇന്ദിരാമ്മ അവരെല്ലാം ഞെട്ടിപ്പോയി. രാശ്രീ ചോദിച്ചു, എന്താ എന്താ ഇത്? അത് പിന്നെ ഞാൻ സാമ്പാറുമായിട്ട് ഇങ്ങോട്ടേക്ക് വരുമായിരുന്നു. അപ്പോഴേക്കും അലോക്, അല്ല എന്താ? അലോക് പെട്ടെന്ന് എന്നെ കയറി പിടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് സാമ്പാർ അലോകിൻ്റെ ദേഹത്തേക്ക് വീണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നന്ദിത പറഞ്ഞു, എന്താടാ അലോകെ, ഫുഡ് കഴിക്കാനിരിക്കണ സമയത്തെങ്കിലും നിനക്ക് മര്യാദയ്ക്ക് ഇരുന്ന് കഴിച്ചുകൂടെ? അനു ഒരു നാണത്തോടെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ പറയണത്. അപ്പൊ അവരൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന എന്താ, റൊമാൻറ്റിക് ആയിട്ട് അലോക് കയറി പിടിച്ചു. അപ്പൊ സംഭവിച്ചെന്നോ, അലോകാണെങ്കിൽ നിന്നും മേപ്പോട്ടും കീപ്പോട്ടും ചാടുവാണ്. ചൂടും എരിവും എല്ലാം കൂടെ കണ്ണിൽ കൂടെ എല്ലാം വീണ്. അച്യുതൻ പറഞ്ഞു, എന്ത് നോക്കിക്കൊണ്ടിരിക്കടാ, പോയി പെട്ടെന്ന് കുളിച്ചിട്ട് വരാൻ പറഞ്ഞു. അലോ അങ്ങോട്ട് എഴുന്നേറ്റിട്ട് അലോവിന് കണ്ണുപോലും കാണത്തുണ്ടായിരുന്നില്ല. ആ സമയത്ത് അനുസരി ഒരു ചെറിയ ചിരിയോടുകൂടി അങ്ങോട്ടേക്ക് കയറിപ്പോയി. അച്യുതന് ചില സംശയങ്ങളൊക്കെ ആയി. എവിടെയോ എന്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ എന്നൊക്കെ ഒരു തോന്നലായി. തല വഴി സാമ്പാർ വീഴുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ രാജശ്രീയുടെ അടുത്തേക്ക് അച്യുതൻ ചെന്നു. എന്നിട്ട് ചോദിച്ചു, അല്ല എനിക്ക് നല്ല സംശയമുണ്ട്. എന്ത്? അല്ല അലോകിന്റെ തലേ സാമ്പാർ വീണേ. സാമ്പാർ വീണത് പറഞ്ഞല്ലോ എടി, എത്ര വലിയ പ്രണയമാന്ന് പറഞ്ഞാലും കൂട്ടാന്ന് പറഞ്ഞാലും തല വഴി സാമ്പാർ ആരെങ്കിലും ഒഴിക്കുമെന്ന് ചോദിച്ചു. അത് പിന്നെ അച്യുതേട്ട തലവഴി ഒഴിച്ചതൊന്നും അല്ലല്ലോ, അത് അപ്രതീക്ഷിതമായിട്ട് അവളുടെ കയ്യിൽ നിന്ന് താഴെ വീണതല്ലേ, അത് അവന്റെ കയ്യിലല്ലേ തെറ്റെന്ന് ചോദിച്ചു. എന്തോ എനിക്കതും കൂടി വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ ശ്രദ്ധിച്ചോ? എന്ത്? അവിടുത്തെ അമ്മ അത്ര സ്നേഹത്തിലാണോ? ഓ എൻ്റെ അച്ഛതായിട്ട് അവര് തമ്മിൽ സ്നേഹത്തിലാ. ഇഡ്ഡലി എടുത്തു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ അലോക് പറഞ്ഞു വേണ്ട, അനു എടുത്തു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഓ അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഭാര്യയുടെ കയ്യിൽ നിന്ന് കഴിക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് പോയി. ഞാൻ മാത്രമല്ല, നന്ദിത അമ്മയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അച്യുതന്റെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ആയി. ഈ സമയത്ത് വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു ഗോമതി. ഗോമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ബാലന്റെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട് താനും. പഴയതുപോലെ ഒന്നുമല്ല. ബാലൻ സംസാരമൊന്നും തീരെയില്ല ഗോമതിയോട്. വരും, വന്നു കഴിഞ്ഞിട്ട് അധികം സംസാരിക്കാതെ ആഹാരം കഴിച്ചിട്ട് കയറി കിടക്കത്തുള്ളൂ. പിന്നീട് ധർമ്മൻ ഗോമതിയുടെ അടുത്തേക്ക് വന്ന് ഗോമതിയുടെ അടുത്ത് വന്നിട്ട് കടയിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേനും ഗോമതിക്ക് ഭയങ്കര വിഷമമായി. ഗോമതി ധർമ്മനെ കെട്ടിപ്പിടിക്കുകയാണ്. ഗോമതിയുടെ കരച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോൾ ധർമ്മൻ സഹിച്ചില്ല. ചേച്ചി വിഷമിക്കാതിരിക്കുക, ചേച്ചി എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? എന്നാലും അവൾ നമ്മളോട് ഈ ചതി ചെയ്തല്ലോ, അവൾ കാരണമല്ലേ ഇപ്പൊ ബാലേട്ടൻ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഗോമതി സ്റ്റോഴ്സ് പൂട്ടേണ്ട ഒരുപാടാ. സാരല്ലേ ചേച്ചി, ഞങ്ങളൊക്കെ ഇല്ലേ, ഞങ്ങളൊക്കെ നോക്കിക്കോളാം. ആളിനെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. എടാ ചിലപ്പോൾ ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലമായിരിക്കില്ലേ. കുറെ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ വീട്ടുകാരെ വേദനിപ്പിച്ചിറങ്ങി പോന്നതല്ലേ. ഒരു പക്ഷേങ്കിൽ ആ വേദന എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ദൈവം എനിക്ക് തന്ന ശിക്ഷയായിരിക്കും ഇത്. എൻ്റെ അമ്മയും അച്ഛനൊക്കെ എത്രമാത്രം സങ്കടപ്പെട്ടു. ധർമ്മം പറഞ്ഞു, അതെ ചേച്ചി പോകുന്ന നല്ലൊരാളോടെ കൂടെയല്ലേ, ബാലേട്ടനോടൊപ്പം അല്ലേ. പക്ഷെ അതുപോലെയാണ് അനു പോയിരിക്കുന്നത്. ആ അലോക്, അവൻ്റെ ദുഷ്ടത്തരങ്ങളൊക്കെ നമുക്കെല്ലാം അറിയാവുന്നതല്ലേ. അതെനിക്കൊരു പേടിയുണ്ട്, എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ആ ഒരു ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അവൾക്ക് നല്ലൊരു ജീവിതം അവിടെ കിട്ടുന്നത് പോലും അറിയത്തില്ല. അവളായിട്ട് തിരഞ്ഞെടുത്ത ജീവിതം നമുക്കൊന്നും പറയാനും പറ്റില്ലല്ലോ. ധർമ്മം പറഞ്ഞു, ആരിനൊന്നും ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല. അവൻ പറയണത് അലോക് ചതിച്ചാണ് അവളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയെന്നാ. പക്ഷെ എനിക്ക് അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. കോമതി പറഞ്ഞു, അവൾ അവളുടെ ഇഷ്ടപ്രകാരം പോയതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ബാലേണ്ണൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിലും അവൾക്ക് ഈ വീട്ടിലേക്ക് തിരികെ വന്നാൽ മതിയായിരുന്നല്ലോ. അവള് വന്നില്ലല്ലോ. അതിനർത്ഥം എന്താ,
അവളുടെ ഇഷ്ടത്തോടു കൂടി അവൾ പോയെന്നല്ലേ ഈ കുടുംബം തന്നെ തകർന്നു. ഇനി എങ്ങനെ എനിക്ക് നിൽക്കണം എന്ന് അറിയില്ല. ബാലേട്ടനെ മുഖത്ത് നോക്കാൻ പോലും പറ്റുന്നില്ല. ബാലേട്ടനെ കാണുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല. ആ മനുഷ്യൻ ഇത്രമാത്രം തകർന്ന് ഞാൻ ആദ്യമായിട്ട് കാണുന്ന. ധർമ്മൻ മാക്സിമം ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഈ സമയത്ത് ബാലിന് കടയിൽ ചെന്നിട്ടൊരു സമാധാനമില്ല. എങ്ങനെ സമാധാനപ്പെടും? രാവിലത്തെ കാഴ്ചകൾ അങ്ങനത്തെ ആയിരുന്നല്ലോ. ആ ലോക അനുശ്രീയോട് ദേഷ്യപ്പെടുന്നേ. അനുശ്രീ വല്ലാത്തൊരു വിഷമത്തിൽ നിൽക്കുന്നതൊക്കെ. ദൈവമേ, തൻ്റെ മോളുടെ ജീവിതം ദുരിതക്കയത്തിലേക്കാണോ? ആ അലോക് നല്ലവനല്ലെന്നുള്ള കാര്യം അവളോട് 100 വട്ടം പറഞ്ഞ അവൻ പ്രതികാരം ചെയ്യുക തൻ്റെ മോളോട്. ഒരു പക്ഷേ തന്നോടും കുടുംബത്തോടുള്ള ദേഷ്യം അവളോട് തീർത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം എന്തായിരിക്കും? എത്രയൊക്കെയെന്ന് പറഞ്ഞാലും അച്ഛൻ്റെ മനസ്സല്ലേ, അത് ഉരുകാതിരിക്കുവോ? ഇറങ്ങിപ്പോയാലും അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയെന്ന് അറിയുവാണെങ്കിൽ സന്തോഷമായിരുന്നു. പക്ഷേ അലോക് അവളെ പേടിപ്പിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ബാലനാണെങ്കിൽ സങ്കടവും ദേഷ്യം വന്നു. ഒരു പക്ഷേ അങ്ങോട്ട് അവനിട്ട് രണ്ടാം കൊടുക്കാൻ വരെ തോന്നി. പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അനു അതിൻ്റെ ഇടയ്ക്കിലേക്ക് കയറുമെന്നറിയാം. അവൾ ഇഷ്ടപ്പെട്ട് പോയതല്ലേ. എൻ്റെ ഭർത്താവിനെ തല്ലാനിട്ട് നിങ്ങൾക്ക് എന്താ അവകാശം എന്ന് ചോദിച്ചാൽ തീർന്നു. അതുകൊണ്ട് മാത്രമാണ് ബാലനൊന്നും മിണ്ടാനിന്നെ. പക്ഷെ ബാലിൻ്റെ മനസ്സിലൂടെ ആ രാവിലത്തെ രംഗങ്ങളൊക്കെ ഇങ്ങനെ മുന്നിൽ മാഞ്ഞുകൊണ്ടിരിക്കുക. അവൾ ചെന്ന് ചാടിയത് ഒരു ദുരിതക്കയത്തിലേക്കാണല്ലോ എന്നൊരു ചിന്ത. പക്ഷേ എങ്കിൽ ആ ലോകിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ശിക്ഷയുടെ കാര്യങ്ങളൊന്നും ബാലിന് അറിയുണ്ടായിരുന്നില്ലോ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അലോക് അനുവിനോട് ദേഷ്യപ്പെട്ടാലും തക്കത്തിന് കിട്ടുമ്പോൾ അനു നല്ലവണ്ണം തന്നെ കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം ബാലിന് അറിയണ്ടായിരുന്നില്ല. അലോകാണെങ്കിൽ പിന്നീട് കുളിയെല്ലാം കഴിഞ്ഞ് മുറിയിലേക്ക് വന്നു. അപ്പോഴേക്കും അനുശ്രീ അങ്ങോട്ട് ചെന്നു. അനുശ്രീ കഴിഞ്ഞപ്പോഴത്തേനും അലോക് പേടിയോടുകൂടി അനുവിനെ നോക്കണം. ആ സമയം അനുശ്രീ പറഞ്ഞു, നീ എന്താണ് എന്നെക്കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കണേ? നീ പറയുന്നതല്ല അനുസരിച്ച് 5 പുച്ഛം അടക്കി ഞാൻ നിൽക്കുന്നോ? രാവിലെ എൻ്റെ അച്ഛനെ വേദനിപ്പിച്ച് എൻ്റെ മനസ്സിൽ കിടക്കുമായിരുന്നു. എടാ, അടിക്ക് തിരിച്ചടി. നീ ഓരോന്ന് പറയുള്ളൂ, പക്ഷെ ഞാൻ പ്രവർത്തിക്കും. എനിക്ക് മേല് കീഴ് നോക്കാനില്ല. ഇന്ന് നിന്റെ തലയിൽ സാമ്പാറ വീണെങ്കിൽ നാളെ തിളച്ച വെള്ളമായിരിക്കും വീഴാൻ പോന്നെ. ഇത് ഓർമ്മ വെച്ചാൽ നിനക്ക് കൊള്ളാം. എന്താടി നീ പറഞ്ഞേ? എന്താ, നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? സംശയം ഉണ്ടെങ്കിലേ നീ ഇനി ഒന്നുകൂടെ ആൾക്കാരുടെ മുന്നിൽ വെച്ച് എന്നെ അഭിമാനിച്ചു നോക്ക്. എൻ്റെ അച്ഛനെ എൻ്റെ വീട്ടുകാരെ ഒന്ന് വേദനിപ്പിച്ച് നോക്ക്. അതിനുള്ള ശിക്ഷ നിനക്കിട്ട് ഞാൻ ഇവിടെ വെച്ച് തന്നിരിക്കും. പുറമെ നീ എല്ലാവരുടെ മുന്നിൽ നന്നായിട്ട് അങ്ങോട്ട് അഭിനയിച്ചോ. പക്ഷേ മുറിക്കകത്ത് കയറി കെമ്പിനെ എൻ്റെ ലോകമാണ്. നിന്നെ ഞാൻ നന്നായിട്ട് വേദനിപ്പിക്കുക ലോകെ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്നെ കൊണ്ട് ഉപദ്രവിക്കാൻ പറ്റുന്ന പോലെ എല്ലാം ഉപദ്രവിക്കും. എൻ്റെ ജീവിതം തല്ലിക്കെടുത്ത് വീണ നീ. അപ്പം പിന്നെ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതിയോ? ഒരിക്കലും ഇല്ലടാ. എൻ്റെ വീട്ടുകാരെ നാണം കെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രതികാരം ഞാൻ ചെയ്യും. ഈ അനുവിനെ നീ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. നീ വിചാരിച്ചോണ്ടിരുന്ന എന്താ? നീ പറയുന്നത് അനുസരിച്ച് 5 പുച്ഛം അടക്കി നിന്റെ മുന്നിൽ ഞാൻ നിൽക്കുമെന്നോ? ഒരിക്കലും ഇല്ല ലോകെ. ആ നിനക്ക് വെറും തോന്നൽ മാത്രമാ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ മനസ്സിൽ വെച്ചാൽ മതി. മേലാല് ദേ ഇമാതിരി പ്രകടനമായിട്ട് എൻ്റെ അടുത്ത് വന്നാണ്ടല്ലോ, അധികാരം സ്ഥാപിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നിനക്കിട്ട് തന്നെ ആയിരിക്കും പണി കിട്ടാൻ പോകുന്നത്. നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് നേരെ കൈ ഓങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിന്നെ ഞാൻ ജയിലിലേക്ക് പറഞ്ഞു വിടും. അവിടെ കിടന്ന് നീ അഴിയണം. നീ മാത്രമല്ല, നിന്റെ കുടുംബത്തിലുള്ളവരും. മര്യാദയാണ് മര്യാദ, അറിയാലോ. പക്ഷെ നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. നിനക്കിട്ടുള്ള പണി തന്നിട്ടോ ഈ അനു ഇവിടുന്ന് പോകത്തുള്ളൂ. എടാ, രണ്ടും കൽപ്പിച്ച് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിരിക്കണമെന്ന് പറഞ്ഞു. അലോകിനൊന്നും പറയാൻ പറ്റില്ല. അലോകിന് മനസ്സിലായി അവൾ പറയാൻ മാത്രമല്ല പ്രവർത്തിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ. അലോക് പേടിച്ച് പറിച്ചു പോയി. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പം ഇനി ഓരോ ദിവസം വരുന്ന ഓരോ ദിവസങ്ങളിലും അനുസരിച്ച് നല്ല പണി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷ്ണമംഗലംകാർക്കിട്ട് നല്ല ഇടിവെട്ട് പണിയാണ് അനു വീണ്ടും കൊടുക്കുന്നത്. കാരണം ഇൻകം ടാക്സുകാരെ വിളിപ്പിച്ച് റെയ്ഡും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിൻ്റെയൊക്കെ പിന്നിൽ അനുവിൻ്റെ ബുദ്ധിയായിരുന്നു. അങ്ങനെ അനു തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതികളെല്ലാം ചെയ്യുന്നുണ്ട്. ഒടുവിൽ നെട്ടോട്ട് ഓടുന്നുണ്ട് ആ കുടുംബത്തിലുള്ളവർ. അപ്പോൾ അതിൻ്റെ കഥകൾക്കൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.